വെൽക്കം ഓൾ ടു ടുഡേയ്സ് ക്ലാസ്. സ്നേഹമുള്ള വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, ഇന്നത്തെ നമ്മുടെ ഓൺലൈൻ ക്ലാസ് റൂമിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായിട്ട് നമ്മൾ ക്രിയേറ്റിംഗ് ആൻ ഇൻക്ലൂസീവ് സ്കൂൾ എന്ന പേപ്പറിലെ ആദ്യത്തെയും രണ്ടാമത്തെയും യൂണിറ്റുകൾ വളരെ വിശദമായി ചർച്ച ചെയ്യുകയുണ്ടായി. ഒന്നാമത്തെ യൂണിറ്റിൽ നമ്മൾ ഇൻക്ലൂഷൻ എന്ന കൺസെപ്റ്റിനെ കുറിച്ചും ഇൻ്റഗ്രേഷൻ, മെയിൻ സ്ട്രീമിംഗ്, നോർമലൈസേഷൻ മുതലായ കൺസെപ്റ്റുകളെക്കുറിച്ചും അവ തമ്മിലുള്ള വ്യത്യാസങ്ങളെക്കുറിച്ചൊക്കെ വളരെ വിശദമായി ചർച്ച ചെയ്യുകയുണ്ടായി. അതുപോലെ തന്നെ ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ്റെ ഹിസ്റ്റോറിക്കൽ പേഴ്സ്പെക്റ്റീവ്സ് നമ്മൾ വിശദമായി ചർച്ച ചെയ്യുകയുണ്ടായി. അങ്ങനെ നമ്മൾ തിയററ്റിക്കലായിട്ട് നമുക്ക് ഒരു ധാരണ ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ട്. രണ്ടാമത്തെ യൂണിറ്റിൽ നമ്മൾ വ്യത്യസ്ത തരം ഡൈവേഴ്സിറ്റിയുള്ള കുട്ടികളുടെ പ്രശ്നങ്ങൾ, അവയ്ക്കുള്ള പരിഹാര മാർഗങ്ങൾ വളരെ വിശദമായി ചർച്ച ചെയ്യുകയുണ്ടായി. അതുപോലെ തന്നെ വ്യത്യസ്തമായ വൈകല്യമുള്ള കുട്ടികൾ, അവരുടെ സവിശേഷതകൾ, അവർക്കുള്ള പരിഹാര നിർദ്ദേശങ്ങൾ എല്ലാം വളരെ വിശദമായി നമ്മൾ ചർച്ച ചെയ്യുകയുണ്ടായി. ഇപ്പോൾ നമുക്ക് ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ എന്താണെന്നതിനെക്കുറിച്ചും എങ്ങനെയായിരിക്കും അത് ക്ലാസ് റൂമുകളിൽ നമ്മൾ നടപ്പാക്കേണ്ടി വരിക എന്നുള്ളതിനെക്കുറിച്ചും കൃത്യമായ ഒരു അവബോധം വന്നിട്ടുണ്ടാവും. പക്ഷേ തിയററ്റിക്കൽ ആയിട്ടുള്ള നോംസിനപ്പുറത്തേക്ക് പ്രാക്ടിക്കലായിട്ട് നമ്മുടെ ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ ഇന്നത്തെ ഒരു അവസ്ഥയിൽ നമ്മൾ നടപ്പാക്കി വരുമ്പോൾ തീർച്ചയായിട്ടും പ്രാക്ടീസിങ് ടീച്ചേഴ്സ് ഒരുപാട് ചലഞ്ചസ് അതുമായിട്ട് ബന്ധപ്പെട്ട് നേരിടേണ്ടി വരുന്നുണ്ട്. അത്തരം ചലഞ്ചസ്, വെല്ലുവിളികൾ എന്തൊക്കെയാണ്? ഇൻക്ലൂസീവ് എഡ്യൂക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ നേരിടേണ്ടി വരുന്ന വെല്ലുവിളികൾ എന്തൊക്കെയാണ്? അപ്പം അങ്ങനെ വെല്ലുവിളികൾ നേരിട്ട് കഴിഞ്ഞാലേ നമുക്ക് അതിനുള്ള പരിഹാര മാർഗങ്ങളും നിർദ്ദേശിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അത്തരം വിഷയങ്ങളെക്കുറിച്ചാണ് നമ്മൾ മൂന്നാമത്തെ യൂണിറ്റിൽ വളരെ വിശദമായിട്ട് ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. അതിൽ ആദ്യത്തെ ടോപ്പിക്ക് ഇഷ്യൂസ് ഇൻ ക്രിയേറ്റിംഗ് ഇൻക്ലൂസീവ് സ്കൂൾസ് എന്നാണ്. ശരിയായ രീതിയിലുള്ള ഇൻക്ലൂസീവ് സ്കൂൾസ് സൃഷ്ടിച്ചെടുക്കുന്നതിലുണ്ടായിട്ടുള്ള ഇഷ്യൂസ് എന്തൊക്കെയാണ്? അതാണ് നമ്മൾ വിശദമായിട്ട് ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് ടോപ്പിക്കിലേക്ക് കിടക്കാം. Issues in creating inclusive schools. A wide gap in policy and practice exists in the country with respect to inclusive education. ഇൻക്ലൂസീവ് എഡ്യൂക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട് ഒരു വലിയ വിടവ് തന്നെ അതിൻ്റെ നയരൂപീകരണത്തിലും അതുപോലെ തന്നെ അതിൻ്റെ പ്രാക്ടിക്കലായിട്ടുള്ള വശങ്ങളിലും അത് പ്രാക്ടീസ് ചെയ്യുന്നതിലും ഉണ്ടായിട്ടുണ്ട്. വലിയൊരു ഗ്യാപ്പ് തന്നെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ നയങ്ങളൊരു വശത്ത്, അതിൻ്റെ പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻ മറ്റൊരു വശത്ത്, ഇവ തമ്മിലൊരു വലിയൊരു ഗ്യാപ്പ് വന്നിട്ടുണ്ട്. ശരിയായ നയങ്ങൾക്കനുസൃതമായിട്ട് ഇവ നടപ്പാക്കാനുള്ള ഒരുപാട് പ്രശ്നങ്ങൾ വന്നിട്ടുണ്ട്. There are number of issues that hinder proper practice of inclusive education in our country. നമ്മുടെ രാജ്യത്ത് ശരിയായ രീതിയിൽ ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ പ്രാവർത്തികമാക്കാൻ ഒരുപാട് പ്രശ്നങ്ങൾ നമ്മൾ നേരിടുന്നുണ്ട്. ഒരുപാട് ഇഷ്യൂസ് നമ്മൾ ഫേസ് ചെയ്യുന്നുണ്ട്. അവ എന്തൊക്കെയാണെന്ന് നമുക്ക് വിശദമായിട്ട് പരിശോധിക്കാം. ഒന്നാമതായിട്ട് സ്കിൽസ് ഓഫ് ടീച്ചേഴ്സ് വളരെ പ്രധാനമാണ്. അധ്യാപകരുടെ നൈപുണി. According to study conducted by Das, Queenie and Desai, it is reported that nearly 70% of the regular school teachers had neither received training in special education nor had any experience in dealing students with disabilities. അപ്പം സ്കിൽ ഓഫ് ടീച്ചേഴ്സ് വളരെ പ്രധാനമാണ്. ഇൻക്ലൂസീവ് എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ട് വ്യത്യസ്ത തരത്തിലുള്ള ഡൈവേഴ്സിറ്റിയുള്ള കുട്ടികൾ, ഡിസബിലിറ്റിയുള്ള കുട്ടികളെ അവർക്ക് വേണ്ട രീതിയിലുള്ള മാർഗനിർദ്ദേശങ്ങളും നൽകി അവർക്ക് അനുസൃതമായ രീതിയിൽ പഠന പ്രവർത്തനങ്ങൾ ക്രമീകരിച്ച് നൽകണമെങ്കിൽ അധ്യാപകർ നല്ല സ്കിൽസ് തന്നെ വേണം. അപ്പം ശരിയായ നൈപുണികൾ വികസിപ്പിച്ചെടുക്കേണ്ടതുണ്ട്. പക്ഷേ
നമ്മുടെ അവസ്ഥ എന്താണെന്ന് നമുക്ക് പരിശോധിക്കാം. ദാസ് കൊയ്രി അതുപോലെ ദേശായി എന്നീ രണ്ട് വിദ്യാഭ്യാസ വിചക്ഷണന്മാർ നടത്തിയിട്ടുള്ള ഒരു സർവേ, ഒരു സ്റ്റഡി. ആ സ്റ്റഡിയുടെ റിപ്പോർട്ടിൽ പറയുന്ന കാര്യങ്ങൾ, നിയർലി 70% ഓഫ് ദ റെഗുലർ സ്കൂൾ ടീച്ചേഴ്സ് ഹാഡ് നൈദർ റസീവ്ഡ് ട്രെയിനിങ് ഇൻ സ്പെഷ്യൽ എഡ്യൂക്കേഷൻ നോർ ഹാഡ് എനി എക്സ്പീരിയൻസ് ഇൻ ഡീലിംഗ് സ്റ്റുഡൻസ് വിത്ത് ഡിസബിലിറ്റീസ്. ഏതാണ്ട് 70% നമ്മുടെ റെഗുലർ സ്കൂൾ ടീച്ചേഴ്സിന് സ്പെഷ്യൽ എഡ്യൂക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട് ഒരു തരത്തിലുള്ള പരിശീലനങ്ങളും തന്നെ കിട്ടിയിട്ടില്ല. അത് മാത്രമല്ല, അവർക്ക് ഡിസബിലിറ്റീസുള്ള കുട്ടികളെ ഡീൽ ചെയ്യുന്നതിൽ ഒരു അനുഭവങ്ങളും കിട്ടിയിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ വലിയൊരു ഇഷ്യൂ ആണ്. 70%, 70% നിലവിലുള്ള ജനറൽ ടീച്ചേഴ്സിൽ 70% എന്തില്ല, സ്പെഷ്യൽ എഡ്യൂക്കേഷനിൽ ബന്ധപ്പെട്ട ട്രെയിനിങ് കിട്ടിയിട്ടില്ല. ഡിസബിലിറ്റീസുള്ള കുട്ടികളെ ഡീല് ചെയ്യുന്ന കാര്യങ്ങളെക്കുറിച്ചുള്ളൊരു അനുഭവങ്ങൾ കിട്ടിയിട്ടില്ല. അത് വലിയൊരു ഇഷ്യൂ ആണ്. അതുപോലെ 87% ഓഫ് ദ ടീച്ചേഴ്സ് ഡിഡ് നോട്ട് ഹാവ് ആക്സസ് ടു സപ്പോർട്ട് സർവീസസ് ഇൻ ദിയർ ക്ലാസ് റൂം. സപ്പോർട്ട് സർവീസ് വളരെ പ്രധാനമാണ്. ഇത്തരത്തിലുള്ള വൈകല്യങ്ങളുള്ള, വ്യത്യസ്തതയുള്ള, വൈവിധ്യങ്ങളുള്ള കുട്ടികളെ ഡീൽ ചെയ്യണമെങ്കിൽ ടീച്ചർക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ വേണ്ടി കഴിയില്ല. അപ്പോൾ നല്ല സപ്പോർട്ട് സർവീസ് വേണം. അപ്പോൾ 87% ഓഫ് ദ ടീച്ചേഴ്സ് ഡിഡ് നോട്ട് ഹാവ് ആക്സസ് ടു സപ്പോർട്ട് സർവീസസ് ഇൻ ദിയർ ക്ലാസ് റൂം. 87% അധ്യാപകർക്കും അവിടെ ക്ലാസ് റൂമുകളിൽ എന്തില്ല, സപ്പോർട്ട് സർവീസുകൾ ലഭ്യമായിട്ടില്ല. അവർക്ക് വേണ്ട പിന്തുണാ സംവിധാനങ്ങൾ 87% അധ്യാപകർക്കും ലഭ്യമായിട്ടില്ല എന്നുള്ളതാണ്. അത് വലിയൊരു ഇഷ്യൂ ആണ്. ഫൈനലി, although both the primary and secondary school teachers rated themselves as having limited or low competence for working students with disabilities. മിക്കവാറും പ്രൈമറിയിലും സെക്കൻഡറി സ്കൂളുകളൊക്കെ വർക്ക് ചെയ്യുന്ന അധ്യാപകരെ അവരെ ശരിക്കും റേറ്റ് ചെയ്തിട്ടുണ്ട്. എങ്ങനെ, അവർക്ക് വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള, പരിമിതമായിട്ടുള്ള കോമ്പിറ്റൻസ് മാത്രമേ ഉള്ളൂ, വളരെ കുറച്ച് കോമ്പിറ്റൻസ്, പ്രാപ്തി മാത്രമേ ഉള്ളൂ. ഇത് ഫോർ വർക്കിംഗ് സ്റ്റുഡൻസ് വിത്ത് ഡിസബിലിറ്റീസ്. ഡിസബിലിറ്റീസ് ഉള്ള, വൈകല്യമുള്ള കുട്ടികളെ ഡീൽ ചെയ്യാൻ, അതേ അവർക്ക് വേണ്ട രീതിയിലുള്ള ബോധന പ്രവർത്തനങ്ങൾ നടത്താൻ വളരെ കുറഞ്ഞ സ്കിൽസ് മാത്രമേ ഉള്ളൂ, വളരെ കുറഞ്ഞ കോമ്പിറ്റൻസ് അല്ലെങ്കിൽ പ്രാപ്തി മാത്രമേ ഉള്ളൂ. The inefficiency of teachers to develop and use instructional materials for inclusion students is also a problem issue. വളരെ പ്രധാനമാണല്ലോ ഈ ഇൻക്ലൂഷൻ സ്റ്റുഡൻസിന് വ്യത്യസ്തമായ രീതിയിലുള്ള ഇൻസ്ട്രക്ഷണൽ മെറ്റീരിയൽസ് തയ്യാറാക്കേണ്ടതുണ്ട്, പഠന സാമഗ്രികൾ തയ്യാറാക്കേണ്ടതുണ്ട്. അപ്പം അതിന് നല്ല എഫിഷ്യൻ്റ് ആയിട്ടുള്ള ടീച്ചേഴ്സ് വേണം. അപ്പം ടീച്ചേഴ്സിൻ്റെ ഇൻഎഫിഷ്യൻസി ഇതിൽ ഇൻസ്ട്രക്ഷണൽ മെറ്റീരിയൽസ് തയ്യാറാക്കുന്നതിൽ, ഇൻക്ലൂഷൻ സ്റ്റുഡൻസിന് ഉചിതമായ രീതിയിലുള്ള ഇൻസ്ട്രക്ഷണൽ മെറ്റീരിയൽസ് തയ്യാറാക്കുന്നതിൽ ടീച്ചേഴ്സ് വളരെയധികം എന്താണ്, ഇനെഫിഷ്യൻ്റാണ്. അതിനുള്ള പ്രാപ്തി അവർക്ക് ഫലപ്രദമായ രീതി ഇത് തയ്യാറാക്കാൻ ഉള്ള പ്രാപ്തി അവർക്കില്ല. അപ്പോൾ അത് മറ്റൊരു വലിയ പ്രോബ്ലമാണ്. ഇതിലാണ് സ്കിൽസ് ഓഫ് ടീച്ചേഴ്സുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രധാനപ്പെട്ട പോയിൻറ്റ്സുകൾ എന്ന് പറയുന്നത്. രണ്ടാമത്തെ വളരെ പ്രധാനം, ആറ്റിറ്റ്യൂഡ് ടുവേഴ്സ് ഇൻക്ലൂഷൻ ആൻഡ് ഡിസബിലിറ്റി എമംഗ് ടീച്ചേഴ്സ്, പാരൻസ് ആൻഡ് പോളിസി പ്ലാനേഴ്സ്. ഇപ്പോൾ നമ്മുടെ ഒരു വലിയ വിഭാഗം അധ്യാപകരുടെയും രക്ഷിതാക്കളുടെയും അതുപോലെ ഈ ഇൻക്ലൂഷനുമായിട്ട് ബന്ധപ്പെട്ട് നയങ്ങൾ രൂപവൽക്കരിക്കുന്ന വ്യക്തികൾക്കൊക്കെ ഇപ്പോഴും ഇൻക്ലൂഷനെക്കുറിച്ചും ഡിസബിലിറ്റിയെക്കുറിച്ചും ഉള്ള മനോഭാവങ്ങൾ വളരെ പ്രധാനമാണ്. അവ എന്താണെന്ന് നമുക്ക് പരിശോധിക്കാം. ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ ഇമ്മൻസ്ലി റിക്വയർ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ്സ് ടുവേഴ്സ് ഇൻക്ലൂഷൻ ആൻഡ് ഡിസബിലിറ്റി അമംഗ് ടീച്ചേഴ്സ്, പാരൻസ്, പിയേഴ്സ്, അഡ്മിനിസ്ട്രേറ്റേഴ്സ് ആൻഡ് പോളിസി പ്ലാനേഴ്സ്. ശരിയായ രീതിയിൽ ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ നടപ്പാക്കണമെങ്കിൽ നല്ല രീതിയിലുള്ള, നല്ല ഉയർന്ന അളവിലുള്ള പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ്സ് ഉണ്ടായിരിക്കണം. ഈ ഡിസബിലിറ്റി ഉള്ള കുട്ടികൾ, ഇൻക്ലൂഷനെക്കുറിച്ചും അതുപോലെ തന്നെ ഡിസബിലിറ്റിയെക്കുറിച്ചും നല്ല പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ്സ് ഉണ്ടായിരിക്കണം. ആർക്കൊക്കെ? എമംഗ് ടീച്ചേഴ്സ്, പാരൻസ്, പിയേഴ്സ്, അഡ്മിനിസ്ട്രേറ്റേഴ്സ് ആൻഡ് പോളിസി പ്ലാനേഴ്സ്. അധ്യാപകർക്ക് നല്ല പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ്സ് ഉണ്ടാവണം. അധ്യാപകർക്ക് പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ഉണ്ടായാലേ അധ്യാപകർ എന്ത് ചെയ്യുള്ളൂ,
അത് ഫലപ്രദമായിട്ട് അതിൻ്റെ ലക്ഷ്യം മുൻനിർത്തിക്കൊണ്ടുള്ള പഠന പ്രവർത്തനങ്ങൾ കുട്ടികൾക്ക് നൽകുകയുള്ളൂ. അതുപോലെ തന്നെ പേരൻസ് നന്നായിട്ട് നല്ല പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ്സ് ഉണ്ടാവണം. എന്നാലേ കുട്ടികളെ ശരിയായ രീതിയിൽ അവർ സ്കൂളുകൾ അയക്കുകയും അവർക്ക് വേണ്ട സപ്പോർട്ട് വീടുകളിൽ കൊടുക്കുകയൊക്കെ ചെയ്യുള്ളൂ. അപ്പം അത്തരം കുട്ടികൾക്ക്, വൈവിധ്യമുള്ള ഈ കുട്ടികൾക്ക്, ഡിസബിലിറ്റിയുള്ള കുട്ടികൾക്ക് ഒരുപാട് കഴിവുകളുണ്ട്, അവ പരിപോഷിപ്പിക്കപ്പെടേണ്ടതാണെന്നൊക്കെ അവബോധം പേരൻസിന് കുറവാണ്. പിയേഴ്സ്, അതുപോലെ തന്നെ അവരുടെ പിയേഴ്സ്, സമപ്രായക്കാരായ കുട്ടികൾ, അതുപോലെ അഡ്മിനിസ്ട്രേറ്റേഴ്സ്, ഭരണനിർവഹണം നടത്തുന്ന, വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് ഭരണനിർവഹണം നടത്തുന്ന വ്യക്തിത്വങ്ങൾ, ആൻഡ് പോളിസി പ്ലാനേഴ്സ്, നയങ്ങൾ രൂപവൽക്കരിക്കുന്നവർ, ഇവർക്കൊക്കെ നല്ല പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ്സ് ഉണ്ടെങ്കിൽ മാത്രമേ ശരിയായ രീതിയിൽ ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ നമുക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കഴിയുകയുള്ളൂ. However, negative attitudes are still persisting among these in many cases. പല കേസുകളിലും ഈ പറഞ്ഞ വിഭാഗങ്ങളിൽ ഇപ്പോഴും നെഗറ്റീവ് ആറ്റിറ്റ്യൂഡ്സ് വളരെയധികം ഉയർന്ന അളവിൽ എന്ത് ചെയ്യുന്നത് നിലനിൽക്കുന്നുണ്ട്. ഇൻക്ലൂസീവ് എഡ്യൂക്കേഷനും ഡിസബിലിറ്റിയായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിൽ നെഗറ്റീവ് ആറ്റിറ്റ്യൂഡ്സ് ഈ അധ്യാപകരുടെ ഇടയിൽ, രക്ഷിതാക്കളുടെ ഇടയിൽ, സമപ്രായക്കാരായ മറ്റ് കുട്ടികൾ, സഹപാഠികളുടെ ഇടയിൽ, വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട ഭരണനിർവഹണം നടത്തുന്ന ഉദ്യോഗസ്ഥരുടെ ഇടയിൽ, അതുപോലെ തന്നെ നയരൂപീകരണം നടത്തുന്ന വിദ്യാഭ്യാസ വിചക്ഷണന്മാരുടെ ഇടയിലൊക്കെ ഈ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ്സ് കുറവ് വല്ലാതെ ഉണ്ട്. അപ്പം നെഗറ്റീവ് ആറ്റിറ്റ്യൂഡ്സാണ് ഇപ്പോഴും നിലനിന്ന് പോകുന്നത്. ദിസ് ഈസ് അഡ്വേഴ്സ്ലി അഫക്റ്റിംഗ് ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ സിനാരിയോ ഇൻ ഇന്ത്യ. ഈ ഒരു പ്രശ്നം ഇന്ത്യയിലെ ഇൻക്ലൂസീവ് എഡ്യൂക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട രംഗങ്ങളെ വളരെ അധികം പ്രതികൂലമായിട്ട് ബാധിക്കുന്നുണ്ട്. കാരണം നയങ്ങൾ രൂപീകരിക്കുന്നവർ മുതൽ ഇങ്ങോട്ട് ടീച്ചേഴ്സ്, പാരൻസ് വരെ അത്തരം ഒരു നെഗറ്റീവ് ആറ്റിറ്റ്യൂഡ്സ് ഉണ്ടായാൽ ഇത് ഫലപ്രദമായിട്ട് നടപ്പാക്കാൻ കഴിയില്ലല്ലോ. അതുകൊണ്ട് തന്നെ ഈ ഒരു വസ്തുതകൾ വളരെയധികം പ്രതികൂലമായിട്ട് ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ രംഗത്തെ ബാധിക്കുന്നുണ്ട് ഇന്ത്യയിൽ. Teachers tend to be broadly positive about the principles of inclusion, while at the same time viewing its practical implementation as problematic. ടീച്ചേഴ്സിന് പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻക്ലൂഷനെ കുറിച്ചൊക്കെ പോസിറ്റീവായിട്ടുള്ള ആറ്റിറ്റ്യൂഡ്സ് ഉണ്ടാവും. പക്ഷേ അതേസമയം അതിൻ്റെ പ്രാക്ടിക്കൽ ഇംപ്ലിമെൻറ്റേഷനെ കുറിച്ച് അത് വളരെ പ്രോബ്ലമാറ്റിക് ആയിട്ടാണ് അധ്യാപകർ കാണുന്നത്. അതായത് ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ താത്വികമായ വശങ്ങളെക്കുറിച്ചൊക്കെ അവർക്ക് പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ഉണ്ടെങ്കിൽ പോലും ഇതെങ്ങനെ കൃത്യമായിട്ട് ഒരു ജനറൽ ക്ലാസ് റൂമിൽ ഫലപ്രദമായിട്ട് നടപ്പാക്കും, അത് വളരെ പ്രോബ്ലമാറ്റിക് ആയിട്ടാണ് അധ്യാപകർ വിലയിരുത്തുന്നത്. The inclusion of children with SEBD has reported particularly problematic for teachers and is accompanied by negative teaching attitudes. പ്രത്യേകിച്ച് SEBD കുട്ടികൾ, നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മൾ ഡിസ്കസ് ചെയ്താണ് SEBD കുട്ടികൾ, സ്റ്റുഡൻസ് വിത്ത് ഇമോഷണൽ ബിഹേവിയർ, സോഷ്യൽ, ഇമോഷണൽ ആൻഡ് ബിഹേവിയർ ഡിഫിക്കൽട്ടീസ് അല്ലേ. സ്റ്റുഡൻസ് വിത്ത് സോഷ്യൽ, ഇമോഷണൽ ആൻഡ് ബിഹേവിയറൽ ഡിഫിക്കൽട്ടീസ് ഉള്ള കുട്ടികളെക്കുറിച്ച് നമ്മൾ കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്യുകയുണ്ടായി. അപ്പോൾ അത്തരം കുട്ടികളുടെ പ്രശ്നങ്ങൾ വളരെയധികം പ്രോബ്ലമാറ്റിക് ആയിട്ടാണ് അധ്യാപകർക്ക് തോന്നുന്നത്. അതുകൊണ്ട് തന്നെ അധ്യാപകരുടെ ഒരു നെഗറ്റീവ് ആറ്റിറ്റ്യൂഡ്സ് ഉണ്ടാവാൻ അത് കാരണമായിട്ടുണ്ട്. പ്രത്യേകിച്ച് SEBD കുട്ടികളുടെ പെരുമാറ്റ രീതികളൊക്കെ അത്തരത്തിലായിരിക്കും. നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ, ധിക്കാരപരമായ പെരുമാറ്റങ്ങളായിരിക്കും, നിയമങ്ങൾ അനുസരിക്കില്ല, റൂൾസ് അനുസരിക്കില്ല, അക്രമങ്ങൾ കാണിക്കും, ഒരുപാട് കാര്യങ്ങൾ നമ്മൾ അവരുടെ സവിശേഷത പഠിച്ചു. അപ്പോൾ അത് എന്തുകൊണ്ട്, എന്താണ് അതിന് പരിഹാരം എന്നുള്ളതിനെക്കുറിച്ച് കൃത്യമായ ധാരണ ഇല്ലാത്തത് കൊണ്ടും, അപ്പോൾ അത്തരം കുട്ടികളെ ഡീൽ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന മാനസികമായിട്ടുള്ള ചില സംഘർഷങ്ങൾ മൂലമൊക്കെ എന്തുണ്ട്, നെഗറ്റീവ് ടീച്ചിങ് ആറ്റിറ്റ്യൂഡ്സ് അധ്യാപകരിൽ ഉണ്ടായിട്ടുണ്ട്. A number of students found that general education teachers are not supportive of inclusion. ഒരു വലിയ വിഭാഗം കുട്ടികൾ ഇപ്പോഴും ഒരു വലിയ വിഭാഗം കുട്ടികളെ കണ്ടെത്തിയിട്ടുണ്ട് എന്ത്, ദാറ്റ് ജനറൽ എഡ്യൂക്കേഷൻ ടീച്ചേഴ്സ് ആർ നോട്ട് സപ്പോർട്ടീവ് ഓഫ് ഇൻക്ലൂഷൻ. ഈ ജനറൽ എഡ്യൂക്കേഷൻ ടീച്ചേഴ്സ് ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ സപ്പോർട്ടീവ് അല്ലെന്ന് ഒരു വലിയ വിഭാഗം കുട്ടികൾ അഭിപ്രായപ്പെടുന്നുണ്ട്.
അപ്പോൾ ജനറൽ എഡ്യൂക്കേഷൻ ടീച്ചേഴ്സ് ഈ ഇൻക്ലൂസീവ് എഡ്യൂക്കേഷന് അത്ര സപ്പോർട്ടീവ് അല്ലെന്നാണ് ഒരു വലിയ വിഭാഗം കുട്ടികളുടെ അഭിപ്രായം കണ്ടെത്തൽ. ലാക്ക് ഓഫ് മൂന്നാമത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ലാക്ക് ഓഫ് അവെയർനെസ് അബൌട്ട് ചിൽഡ്രൻ വിത്ത് ഡിസബിലിറ്റീസ് അമംഗ് ജനറൽ ടീച്ചേഴ്സ്. അതായത് ജനറൽ ടീച്ചേഴ്സിൻ്റെ ഇടയിൽ ഡിസബിലിറ്റിയെക്കുറിച്ചുള്ള അവെയർനെസ്സിൻ്റെ കുറവ് വളരെ പ്രധാനമാണ്. The general teachers at all levels lack basic awareness with regard to children with disabilities. ജനറൽ ടീച്ചേഴ്സ് എല്ലാ ലെവലിലും എല്ലാ തലത്തിലും ജനറൽ ടീച്ചേഴ്സ് ഡിസബിലിറ്റിയുള്ള കുട്ടികളെ അവരെക്കുറിച്ചുള്ള അവെയർനെസ്, അടിസ്ഥാനപരമായ അവെയർനെസ്സിൽ വളരെ ബിലോ ആണ്. കാരണം നല്ല അവെയർനെസ് ഇല്ല എന്നർത്ഥം. They have their own social and culturally constructed notions. അവർക്ക് അവരുടേതായ സാമൂഹികവും സാംസ്കാരികവുമായിട്ട് അവർ നിർമ്മിച്ചെടുത്ത ചില നോഷൻസ് ഉണ്ട്. ആ നോഷൻസിനനുസരിച്ചിട്ടാണ് അവരെന്ത് ചെയ്യുന്നത്, മുന്നോട്ട് പോകുന്നത്. They lack scientific and education knowledge about the disabilities such as classification, labeling, special needs and adaptations. അതായത് ഡിസബിലിറ്റീസുമായി ബന്ധപ്പെട്ട് ഒരുപാട് സയൻറ്റിഫിക് ആയിട്ടുള്ള അറിവുകൾ നമ്മൾ നേടേണ്ടതുണ്ട്. എന്താണ് ഇൻക്ലൂഷൻ, എന്താണ് ഡിസബിലിറ്റീസ്, അതുപോലെ അതിൻ്റെ ക്ലാസിഫിക്കേഷൻ എങ്ങനെ, തരംതിരിക്കൽ എങ്ങനെ. നമ്മൾ വ്യത്യസ്ത തലത്തിലുള്ള ഡിസബിലിറ്റീസ് പഠിച്ചോ, അതിൻ്റെ ക്ലാസിഫിക്കേഷൻ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ടൈപ്സുകൾ, കാര്യങ്ങൾ ഒക്കെ ഇല്ലേ, അതിനെക്കുറിച്ച്. അതുപോലെ ലേബലിങ്, എങ്ങനെ ലേബൽ ചെയ്യണം ഓരോ വിഭാഗത്തെ. അതുപോലെ സ്പെഷ്യൽ നീഡ്സ്, ഓരോ വിഭാഗത്തിനും ഉള്ള സ്പെഷ്യൽ നീഡ്സ്, പ്രത്യേക ആവശ്യങ്ങൾ എന്ത്, അതിനെക്കുറിച്ച്. ആൻഡ് അഡാപ്റ്റേഷൻസ്, അവരെങ്ങനെ പൊരുത്തപ്പിടിച്ച് കൊണ്ടുപോകും, ഇതിനെക്കുറിച്ചൊക്കെയുള്ള സയൻറ്റിഫിക്കായ നോളജ്, ശാസ്ത്രീയമായ അറിവ് അവർക്കില്ല. അധ്യാപകർക്ക്, ജനറൽ ടീച്ചേഴ്സിന് ഇല്ല. ദേ ലാക്ക് സയൻറ്റിഫിക് ആൻഡ് എഡ്യൂക്കേഷൻ നോളജ് about the disabilities such as classification, labeling, special needs and adaptations. അതുപോലെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു പോയിൻ്റാണ് നാലാമത്, ഇംപ്രോപ്പർ കരിക്കുല അഡാപ്റ്റേഷൻ. കരിക്കുലം വളരെ പ്രധാനമാണ്. അപ്പോൾ നമ്മളെ കരിക്കുലം ഈ കുട്ടികളുമായിട്ട് വന്ന് പൊരുത്തപ്പിടിച്ച് കൊണ്ടുപോകുന്നത് അത് വളരെ പ്രധാനമാണ്. അത് വളരെയധികം ഇംപ്രോപ്പറാണ്, പ്രോപ്പറായിട്ട് നടപ്പാക്കാൻ കഴിയുന്നില്ല എന്നതാണ്. ഫോർ പ്രാക്ടീസ് ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ, കരിക്കുലർ അഡാപ്റ്റേഷൻസ് suited to special and unique needs of every learner, including children with disabilities, are necessary. ഡിസബിലിറ്റീസുള്ള കുട്ടികളടക്കം എല്ലാ പഠിതാക്കളുടെയും യുണീക്ക് നീഡ്സ്, സമാനതകളില്ലാത്ത ആവശ്യങ്ങൾ, വ്യത്യസ്തമായ ആവശ്യങ്ങളാണ് ഓരോരുത്തർക്കുള്ളത്. അതിനനുസൃതമായ രീതിയിൽ എന്ത് ചെയ്യണം, കരിക്കുലം അഡാപ്റ്റ് ചെയ്യേണ്ടതുണ്ട്. കൺസെപ്റ്റ്സ് ലൈക്ക് യൂണിവേഴ്സൽ ഇൻസ്ട്രക്ഷണൽ ഡിസൈൻ ആർ ടു ബി ഡെവലപ്ഡ് ആൻഡ് ഇൻകോർപ്പറേറ്റഡ് ഇൻ ടു കരിക്കുലം. അതുകൊണ്ട് യൂണിവേഴ്സൽ ഇൻസ്ട്രക്ഷണൽ ഡിസൈൻ മുതലായ കൺസെപ്റ്റുകൾ, ആശയങ്ങൾ യൂണിവേഴ്സലായിട്ട് ആഗോളവ്യാപകമായിട്ട് ഇത്തരം കുട്ടികളെ ഇൻസ്ട്രക്ട് ചെയ്യാൻ ഉള്ള ഒരു ഡിസൈൻ, അങ്ങനെയുള്ള ആശയങ്ങൾ ഒക്കെ എന്ത് ചെയ്യണം, കരിക്കുലത്തിലേക്ക് എന്ത് ചെയ്യണം, ഇൻകോർപ്പറേറ്റ് ചെയ്യേണ്ടതുണ്ട്. അതിന് അനുസൃതമായ രീതിയിൽ കരിക്കുലത്തെ എന്ത് ചെയ്യേണ്ടത്, അഡാപ്റ്റ് ചെയ്യേണ്ടതുണ്ട്. എന്നാൽ അവർ നീഡഡ് കരിക്കുലർ അഡാപ്റ്റേഷൻസ് ആർ എയ്തർ മിസ്സിങ് ഓർ ഇംപ്രോപ്പർ. ആവശ്യമായ രീതിയിലുള്ള ഈ കരിക്കുലർ അഡാപ്റ്റേഷൻസ് ഇപ്പോൾ ഇല്ല എന്നുള്ളതാണ്. ഒന്നുകിൽ മിസ്സിങ് ആണ്, അല്ലെങ്കിൽ ഇംപ്രോപ്പർ ആണ്. ഉള്ളത് തന്നെ വളരെ പ്രോപ്പറല്ല, ശരിയായ രീതിയിലുള്ളതല്ല. അതാണ് കരിക്കുലർ അഡാപ്റ്റേഷൻസിൽ ചർച്ച ചെയ്യാനുള്ളത്. ഈ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു പോയിൻ്റാണ്, ഒരു ഇഷ്യൂ ആണ്, സ്കൂൾ എൻവയറമെൻറ്റ് ഇൻക്ലൂഡിങ് ഡിഫിക്കൽട്ടീസ് ഇൻ ഫിസിക്കൽ ആക്സസ്. വളരെ പ്രധാനമാണ്. ഫിസിക്കലായിട്ട് കുട്ടികൾക്ക് അവിടെ എത്തിപ്പെടാനുള്ള ബുദ്ധിമുട്ടുകൾ അടക്കമുള്ള സ്കൂളിലെ ചുറ്റുപാടുകൾ. സ്കൂൾ എൻവയറമെൻറ്റ് നീഡ്സ് അക്കോമഡേഷൻസ് ഫോർ ട്രൂലി പ്രാക്ടീസ് ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ. ശരിയായ രീതിയിലുള്ള ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ പ്രാക്ടീസ് ചെയ്യണമെങ്കിൽ സ്കൂളിലെ ചുറ്റുപാടുകൾ ഒരുപാട് മാറ്റങ്ങൾക്ക് വിധേയമാവേണ്ടതുണ്ട്.
അതിന് ശരിയായ രീതിയിൽ ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ അനുസൃതമായ രീതിയിൽ അക്കോമഡേറ്റ് ചെയ്യേണ്ടതുണ്ട്. ഹവർ സച്ച് അക്കോമഡേഷൻസ് ആർ നോട്ട് ദെയർ ഇൻ മെജോറിറ്റി ഓഫ് ദ സ്കൂൾ. എന്നാൽ നിലവിൽ ഭൂരിഭാഗം സ്കൂളുകളിലും അത്തരം അക്കോമഡേഷൻസ് നിലവിലില്ല എന്നുള്ളതാണ്. അത് വലിയൊരു പ്രശ്നമാണല്ലോ. ഫെസിലിറ്റീസ് ലൈക്ക് റാംസ് ആൻഡ് ഡിറക്ഷണൽ ക്യൂസ് എക്സെട്ര ആർ മോസ്റ്റ്ലി ആബ്സെൻറ്റ് സ്കൂൾ. ഇവിടെ പ്രധാനമായിട്ട് റാമ്പുകൾ, നമ്മളെ കുട്ടികൾക്ക് നടന്നു പോകാൻ പറ്റാത്ത കുട്ടികളുണ്ടാകും, മൊബിലിറ്റി ഇമ്പയർമെൻ്റുള്ള കുട്ടികൾ, ഇപ്പോൾ വീൽ ചെയറൊക്കെ കൊണ്ടുപോകാൻ പറ്റുന്ന റാമ്പുകൾ, അതുപോലെ മറ്റ് സൗകര്യങ്ങൾ, അവർക്ക് എല്ലാ ഡിറക്ഷണൽ ക്യൂസ്, നിർദ്ദേശങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ക്യൂസ്, ഇവയൊക്കെ സ്കൂളുകളിൽ ഇല്ല എന്നുള്ളതാണ് അവസ്ഥ. അപ്പം അത്തരം സംവിധാനങ്ങൾ ഇല്ല. അതുപോലെ സപ്പോർട്ട് സർവീസ് വളരെ പ്രധാനമാണ്, മറ്റൊരു ഇഷ്യൂ ആണ്. ഫോർ ഇംപ്ലിമെൻറ്റിംഗ് ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ ഇൻ ആൾ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് അറ്റ് ആൾ ലെവൽസ് വി നീഡ് സ്ട്രോങ് സപ്പോർട്ട് സർവീസസ്. ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ എല്ലാ സ്ഥാപനങ്ങളിലും ശരിയായ രീതിയിൽ നടപ്പാക്കണമെങ്കിൽ, എല്ലാ ലെവലിലും നടപ്പാക്കണമെങ്കിൽ നമുക്ക് നല്ല സപ്പോർട്ട് സർവീസ് ആവശ്യമാണ്, പിന്തുണാ സംവിധാനങ്ങൾ ആവശ്യമാണ്. There should be both qualitative and quantitative. There should be both qualitative and quantitative. There should be both qualitative and quantitative. ഈ സപ്പോർട്ട് സർവീസുകൾ ക്വാളിറ്റേറ്റീവും ക്വാണ്ടിറ്റേറ്റീവും ആണ്. അതായത് ഗുണപരമായിട്ട് മെച്ചപ്പെട്ടതാവണം. ആവശ്യത്തിന് സപ്പോർട്ട് സർവീസുകൾ ക്വാണ്ടിറ്റേറ്റീവ് ആയിട്ടുള്ള ആസ്പെക്റ്റ് വേണം, ആവശ്യത്തിന് വേണം. അപ്പം ഗുണനിലവാരം കൂടിയ കൂടുതലായിട്ടുള്ള സപ്പോർട്ട് സർവീസുകൾ ആവശ്യമാണ്. ബട്ട് എക്സിസ്റ്റിംഗ് സപ്പോർട്ട് സർവീസസ് ആർ സ്കേഴ്സ് ആൻഡ് ഇനാഡിക്വേറ്റ്. പക്ഷെ നിലവിലുള്ള സപ്പോർട്ട് സർവീസുകൾ വളരെ പരിമിതമാണ്, വളരെ കുറച്ചേ ഉള്ളൂ, അപൂർവമാണ്. അതുള്ളത് തന്നെ ഇനാഡിക്വേറ്റാണ്, ഉചിതമായ രീതിയിലുള്ള അല്ല, ആവശ്യത്തിന് ഉള്ളതല്ല, അഡിക്വേറ്റ് അല്ല. അപ്പോൾ ഉള്ള സപ്പോർട്ട് സർവീസുകൾ തന്നെ വളരെ അപൂർവമായിട്ടേ ഉള്ളൂ. അതുള്ളത് തന്നെ അഡിക്വേറ്റ് അല്ല എന്നർത്ഥം. ഇനി ഫാമിലി കൊളാബറേഷനാണ് മറ്റൊരു പ്രധാനപ്പെട്ട ഇഷ്യൂ ആയിട്ട് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഇറ്റ് ഈസ് ആൾസോ ഇമ്പോർട്ടൻറ്റ്. ഫാമിലി ഹാസ് എ വെരി ഇമ്പോർട്ടൻറ്റ് റോൾ ഇൻ ഇംപ്ലിമെൻറ്റിംഗ് ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ ഇൻ ഇന്ത്യ. കുട്ടികളുടെ വിദ്യാഭ്യാസം രൂപപ്പെടുത്തുന്നതിൽ അടിസ്ഥാനപരമായ ഒരു യൂണിറ്റാണ് ഫാമിലി എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്, സോഷ്യോളജിയിലൊക്കെ പഠിച്ചിട്ടുണ്ട്, എഡ്യൂക്കേഷൻ സോഷ്യോളജിയിലൊക്കെ അല്ലേ, ഫാമിലിയുടെ ധർമ്മങ്ങളൊക്കെ. അപ്പോൾ ഇൻക്ലൂസീവ് എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ടാകുമ്പോൾ വളരെ പ്രധാനമായിട്ട് ഫാമിലിയുടെ റോള് വളരെ പ്രധാനമാണ്. അതാണ് ഫാമിലി ഹാസ് എ വെരി ഇമ്പോർട്ടൻറ്റ് റോൾ ഇൻ ഇംപ്ലിമെൻറ്റിംഗ് ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ ഇൻ ഇന്ത്യ. പ്രത്യേകിച്ച് ഇന്ത്യയിലെ സിറ്റുവേഷനിൽ ഫാമിലിക്ക് വളരെയധികം പങ്കുണ്ട്. ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ ശരിയായ രീതിയിൽ നടപ്പാക്കുന്നതിൽ ഫാമിലിക്ക് ഇന്ത്യയിലെ ഒരു അവസ്ഥയിൽ സിറ്റുവേഷനിൽ വളരെയധികം പങ്കുണ്ട്. ഫാമിലി ഈസ് കൺസിഡേർഡ് ഹാവിങ് സോൾ റെസ്പോൺസിബിലിറ്റി ഫോർ ദെയർ ചിൽഡ്രൻ ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ ഒരു കൺസെപ്റ്റ് എന്നുള്ള കൂട്ടുകുടുംബ വ്യവസ്ഥ ആയിരുന്നു. ഇപ്പോൾ കുറച്ചൊക്കെ അണുകുടുംബത്തിലേക്ക് പോയിട്ടെങ്കിൽ പോലും ഒരു കുടുംബപരമായ സെറ്റപ്പ് ഉണ്ട്, ഒരു അടിത്തറയുണ്ട്, കുടുംബപരമായ അടിത്തറയുണ്ട് ഇന്ത്യൻ സമൂഹത്തിൽ. അപ്പോൾ ഫാമിലി എന്ന് പറയുന്നത് അവർക്കാണ് ഈ കുട്ടിയുടെ സോൾ റെസ്പോൺസിബിലിറ്റി എന്ന് ഉള്ള പരിഗണന എന്നാണ് ഫാമിലിയെക്കുറിച്ചിട്ടുള്ള നമ്മളെ കാഴ്ചപ്പാട് എന്ന് പറയുന്നത്. ഫാമിലിക്കാണ് സോൾ റെസ്പോൺസിബിലിറ്റി ഫോർ ദർ ചിൽഡ്രൻ. അവരുടെ കുട്ടിയുടെ മുഴുവൻ റെസ്പോൺസിബിലിറ്റി ഫാമിലിക്കാണെന്നുള്ളതാണ് ഇന്ത്യയിലെ കൺസെപ്റ്റ് എന്ന് പറയുന്നത്. Hence, inclusion can only be realized by motivating and involving family in the process. അതിനാൽ തന്നെ ഇൻക്ലൂഷൻ ശരിയായ രീതിയിൽ നടപ്പാക്കപ്പെടണമെങ്കിൽ, ഫലപ്രദമായ രീതിയിൽ അത് അതിൻ്റെ ലക്ഷ്യങ്ങൾ ഉൾക്കൊള്ളുന്ന രീതിയിൽ നടപ്പാക്കണമെങ്കിൽ എന്ത് വേണം? ഫാമിലിയെ കൃത്യമായ രീതിയിൽ മോട്ടിവേറ്റ് ചെയ്യണം, എന്നിട്ട് അവരെ ഇൻവോൾവ് ചെയ്യിപ്പിക്കണം ഈ പ്രോസസ്സിൽ. ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ്റെ പ്രോസസ്സിൽ ഫാമിലിയെ ശരിയായ രീതിയിൽ ഇൻവോൾവ് ചെയ്യിപ്പിക്കണം, അതിനുള്ള മോട്ടിവേഷൻ അവർക്ക് നൽകേണ്ടതുണ്ട്. അപ്പോൾ ഫാമിലി വളരെയധികം പ്രധാനമാണ്. ഫാമിലിക്ക് മോട്ടിവേഷനും നൽകിക്കൊണ്ട് അവരെ ഇൻവോൾവ് ചെയ്യിപ്പിക്കേണ്ടതുണ്ട് ഈ പ്രക്രിയയിൽ. അടുത്തായിട്ട് വളരെ പ്രധാനപ്പെട്ട മറ്റൊരു ഇഷ്യൂ ആണ്
ഇൻസഫിഷ്യൻ്റ് ആൻഡ് ഇംപ്രോപ്പർ പ്രീ സർവീസ് ടീച്ചർ എഡ്യൂക്കേഷൻ. സഫിഷ്യൻ്റ് അല്ലാത്ത ഇംപ്രോപ്പറായിട്ടുള്ള പ്രീ സർവീസ് ടീച്ചർ എഡ്യൂക്കേഷനാണ് നമുക്കുള്ളത്. അതായത് അധ്യാപകനാവുന്നതിന് മുമ്പുള്ള പരിശീലനം, നമ്മളെ TTC B.Ed മുതലായ പരിശീലനങ്ങൾ ഇൻസഫിഷ്യൻ്റാണ്. മോഡിഫിക്കേഷൻസ് ആർ നീഡഡ് ടു മേക്ക് ടീച്ചേഴ്സ് എഡ്യൂക്കേഷൻ പ്രോഗ്രാം മോർ ഇഫക്റ്റീവ്. ടീച്ചേഴ്സ് എഡ്യൂക്കേഷൻ പ്രോഗ്രാം ശരിയായ രീതിയിൽ ഫലപ്രദമാക്കണമെങ്കിൽ അതിലൊരുപാട് മാറ്റങ്ങൾക്ക് വിധേയമാവേണ്ടതുണ്ട്. കറൻ്റ്ലി ടീച്ചർ എഡ്യൂക്കേഷൻ പ്രോഗ്രാംസ് പ്രൊഡ്യൂസിങ് സ്പെഷ്യൽ ടീച്ചേഴ്സ് ആർ controlled by Rehabilitation Council of India (RCI), whereas those producing general teachers are controlled by National Council for Teacher Education (NCTE). ഇന്നത്തെ അവസ്ഥയിൽ സ്പെഷ്യൽ ടീച്ചേഴ്സിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്, അതിൻ്റെ സംവിധാനങ്ങളൊക്കെ നിയന്ത്രിക്കുന്നത് RCI ആണ്, റീഹാബിലിറ്റേഷൻ കൗൺസിൽ ഓഫ് ഇന്ത്യ ആണ്. സ്പെഷ്യൽ ടീച്ചേഴ്സിനുള്ള പരിശീലനങ്ങൾ നൽകുന്നതിനൊക്കെ ഉത്തരവാദിത്വം. എന്നാൽ ജനറൽ ടീച്ചേഴ്സിന് പരിശീലനങ്ങൾ നൽകുന്നതിനൊക്കെ ഉത്തരവാദിത്തം NCTEക്കാണ്, നാഷണൽ കൗൺസിൽ ഫോർ ടീച്ചർ എഡ്യൂക്കേഷൻ. അപ്പോൾ ഇവ തമ്മിലുള്ള നല്ലൊരു കൊളാബറേഷൻ ആവശ്യമാണ്. These two apex bodies need to collaborate and devise measures for producing skilled teachers capable of implementing inclusive education. ഈ രണ്ട് സംവിധാനങ്ങളെ നന്നായിട്ട് കൊളാബറേറ്റ് ചെയ്യണം. കൂട്ടായ്മ വേണം, അവർ തമ്മിലുള്ളൊരു കൂട്ടായ്മ വേണം. അതായത് RCIയും NCTEയും തമ്മിൽ നന്നായിട്ടൊരു കൊളാബറേഷൻ ആവശ്യമാണ്. എന്നിട്ട് സ്കിൽഡ് ടീച്ചേഴ്സിനെ, ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ ശരിയായ രീതിയിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ ആവശ്യമായ സ്കിൽഡ് ആയിട്ടുള്ള ടീച്ചേഴ്സിനെ പ്രൊഡ്യൂസ് ചെയ്യാനുള്ള മെഷേഴ്സ് ഇവരെന്ത് ചെയ്യണം, ഒരുമിച്ച് കൂട്ടായ്മയോട് കൂടി രൂപപ്പെടുത്തേണ്ടതുണ്ട്. അത് വളരെ പ്രധാനമാണ്. നെക്സ്റ്റ്, നെഗറ്റീവ് സെൽഫ് പെർസെപ്ഷൻ ഓഫ് ചിൽഡ്രൻ വിത്ത് ഡിസബിലിറ്റീസ്. ഡിസബിലിറ്റീസിലെ കുട്ടികൾക്ക് സ്വന്തത്തെക്കുറിച്ചുള്ള തന്നെ ഒരു അവബോധം, അതൊരു നെഗറ്റീവായിട്ടുള്ള അവബോധമാണുള്ളത്. അപ്പോൾ അതൊരു പ്രശ്നമാണ്. ഫോർ പ്രാക്ടീസ് ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ, നെഗറ്റീവ് സെൽഫ് പെർസെപ്ഷൻസ് ഓഫ് ചിൽഡ്രൻ വിത്ത് ഡിസബിലിറ്റീസ് പോസ് എ ഗ്രേറ്റ് ചലഞ്ച്. സ്വന്തത്തെക്കുറിച്ച് തന്നെ ഈ ഡിസബിലിറ്റീസിലെ കുട്ടികൾക്ക് ഉണ്ടാകുന്ന ഒരു നെഗറ്റീവായിട്ടുള്ള ഒരു സെൽഫ് പെർസെപ്ഷൻ, അതും വലിയൊരു ചലഞ്ചാണ്. അപ്പോൾ അവർക്ക് വേണ്ട കോൺഫിഡൻസ് കിട്ടില്ല. അവർക്ക് നമ്മൾ മറ്റുള്ള കുട്ടികളെ പോലെയുള്ള കഴിവുകളില്ലാത്തവരാണ്, അല്ലെങ്കിൽ അവരെ പോലെയുള്ള ശേഷികളില്ലാത്തവരാണ്, പല വൈകല്യങ്ങളുള്ളവരാണ്, നമുക്ക് ഒരുപാട് പരിമിതികളുണ്ട്, നമുക്ക് ഇത്രയും ചെയ്യാൻ കഴിയില്ല എന്നൊക്കെയുള്ള സെൽഫ് പെർസെപ്ഷൻ തന്നെ വളരെയധികം ദോഷം ചെയ്യും. അത് മാറ്റിയെടുക്കണം. എന്നാൽ പകരം എന്താ സംഭവിക്കുന്നത്, ദിസ് നെഗറ്റീവ് പെർസെപ്ഷൻസ് ആർ ഓഫൻ സ്ട്രെങ്തൻ ബൈ പിയേഴ്സ് ആൻഡ് ടീച്ചേഴ്സ്. ഇവരെ ഉള്ളിലുള്ള നെഗറ്റീവായിട്ടുള്ള അവബോധം, സെൽഫ് പെർസെപ്ഷനെ സ്ട്രെങ്തൻ ചെയ്യുന്നത് പലപ്പോഴും ടീച്ചേഴ്സും അവരുടെ ക്ലാസ്മേറ്റുകളും സഹപാഠികളായിട്ടുള്ള സെയിം ഏജിലുള്ള കുട്ടികൾ. അപ്പം ഇതിനെ സ്ട്രെങ്തൻ ചെയ്യുന്നത് ശരിക്കും പല അധ്യാപകരും പല കുട്ടികളും, സമപ്രായത്തിലുള്ള അവരുടെ കുട്ടികൾ. അപ്പം അത് വലിയൊരു വിഷയമാണ്, അത് മാറ്റിയെടുക്കേണ്ടതുണ്ട്. നെക്സ്റ്റ് വളരെ പ്രധാനം ICT അവൈലബിലിറ്റി ആൻഡ് റിലേറ്റഡ് കോമ്പിറ്റൻസീസ്. ICTൻ്റെ അവൈലബിലിറ്റി, ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജിയുടെ അവൈലബിലിറ്റി, അതുമായിട്ട് ബന്ധപ്പെട്ട കോമ്പിറ്റൻസീസ്. There are a number of ICT related pedagogical and assistive devices available, particularly useful for children with disabilities. A number of ICT related pedagogical and assistive devices are available. ICT റിലേറ്റഡ് ആയിട്ടുള്ള പെഡഗോജിക്കൽ, അതായത് കുട്ടികളെ ഏത് രീതിയിൽ പഠിപ്പിക്കണം എന്നുള്ള പഠന രീതികളുമായിട്ട് ബന്ധപ്പെട്ട ICT മെറ്റീരിയൽസ്, അതുപോലെ അസിസ്റ്റീവ് ഡിവൈസസും അവൈലബിൾ ആണെന്ന്. പർട്ടിക്കുലർലി യൂസ്ഫുൾ ഫോർ ചിൽഡ്രൻ വിത്ത് ഡിസബിലിറ്റീസ്, പ്രത്യേകിച്ച് ഡിസബിലിറ്റീസിലെ കുട്ടികളെ പഠിപ്പിക്കാൻ ആവശ്യമായിട്ടുള്ള ICT മെറ്റീരിയൽസ് ഇന്ന് അവൈലബിൾ ആണ്. Their use can ease and expedite inclusive education. അവയുടെ ഉപയോഗം എന്ത് ചെയ്യുന്നു, ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ എളുപ്പത്തിലുള്ളതാക്കും. അപ്പോൾ ശരിയായ രീതിയിൽ അത് ഉപയോഗിക്കണം. These should be made available and competencies for their use should be developed among all stakeholders. ഇത് എല്ലാവർക്കും ലഭ്യമാക്കണം, എല്ലാ അധ്യാപകർക്കും കുട്ടികൾക്കും ലഭ്യമാക്കണം.
ശരിയായ രീതിയിൽ ഫലപ്രദമായി നടപ്പാക്കാൻ എല്ലാ സ്കൂളുകളിലും എല്ലാ ക്ലാസ്സുകളിലും എല്ലാ കുട്ടികൾക്കും ഉപകരിക്കുന്ന രീതിയിൽ നടപ്പാക്കാൻ ലഭ്യമാക്കണം. അതുപോലെ കോമ്പിറ്റൻസീസ്, പ്രാപ്തികൾ ഉണ്ടാക്കിയെടുക്കണം. അത് എങ്ങനെ ഉപയോഗപ്പെടുത്തണം എന്നതിനെക്കുറിച്ച് എല്ലാ തൽപര കക്ഷികൾക്കും അധ്യാപകർക്കും മറ്റ് അതിന് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്കൊക്കെ നന്നായിട്ട് പ്രാപ്തികൾ ഉണ്ടാക്കിയെടുക്കണം. അതാണ് അതിൽ പറയാനുള്ളത്. നെക്സ്റ്റ്, ഇംപ്രോപ്പർ പോളിസി പ്ലാനിങ് ആൻഡ് ലെസ്റ്റർ ഇംപ്ലിമെൻറ്റേഷൻ. പോളിസി പ്ലാനിങ് വളരെ ഇംപ്രോപ്പറാണ്. ശരിയായ രീതിയിൽ നയങ്ങൾ രൂപീകരിക്കണം, എന്നിട്ട് അത് ശരിയായ രീതിയിൽ താഴെ തട്ടുകളൊക്കെ നടപ്പാക്കേണ്ടതുണ്ട്. അത് ഇംപ്രോപ്പറാണെന്നാണ് പറയുന്നത്. ദ പോളിസി പ്ലാനിങ് ഈസ് ഇംപ്രോപ്പർ ആൻഡ് മെഷേഴ്സ് ടു അസസ് ദ ഡിഗ്രി ഓഫ് ഇംപ്ലിമെൻറ്റേഷൻ ഹാവ് നോട്ട് സീൻ ഡെവലപ്ഡ്. പോളിസി പ്ലാനിങ് വളരെ ഇംപ്രോപ്പറാണ്. അതുപോലെ തന്നെ ഇംപ്ലിമെൻറ്റേഷൻ എങ്ങനെയാണെന്ന് അസസ് ചെയ്യണം, അതും ശരിയായ രീതിയിൽ വികസിപ്പിച്ചിട്ടില്ല. അപ്പോൾ അതിൻ്റെ അസസ്മെൻറ്റും പോളിസി പ്ലാനിങ് ഇംപ്രോപ്പറാണ്. അതുപോലെ അത് പോളിസി നടപ്പാക്കുമ്പോൾ അതിനെ അസസ് ചെയ്യാനുള്ള സംവിധാനങ്ങളൊന്നും ശരിയായ രീതിയിൽ വികസിപ്പിച്ചിട്ടില്ല എന്നുള്ളതാണ്. അതുപോലെ ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ ഇൻ പ്രൈവറ്റ് സെക്ടർ ഹാസ് നോട്ട് ബീൻ എൻഫോഴ്സ്ഡ് ആൻഡ് എൻഷ്യൂർഡ്. അവിടെ ആൻഡ് വേണം. ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ ഇൻ പ്രൈവറ്റ് സെക്ടർ ഹാസ് നോട്ട് ബീൻ എൻഫോഴ്സ്ഡ് ആൻഡ് എൻഷ്യൂർഡ്. പ്രൈവറ്റ് സെക്ടറിൽ ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ ഇംപ്ലിമെൻറ്റേഷൻ ഇപ്പോഴും ശരിയായ രീതിയിൽ എൻഫോഴ്സ് ചെയ്തിട്ടില്ല, ഉറപ്പുവരുത്തിയിട്ടുമില്ല. പ്രൈവറ്റ് സെക്ടറിൽ ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ ഇംപ്ലിമെൻറ്റേഷൻ ഇപ്പോഴും എൻഫോഴ്സ് ചെയ്തിട്ടില്ല, അവർക്ക് നിർബന്ധമാക്കിയിട്ടില്ല. അതുപോലെ തന്നെ അത് എൻഷ്യൂർ ചെയ്തിട്ടുമില്ല, അവിടെ നടപ്പാക്കുന്നത് എൻഷ്യൂർ ചെയ്തിട്ടില്ല. അതും വലിയൊരു പോരായ്മയാണ്. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട പോയിൻ്റാണ് എക്സ്പെൻസ് ഇൻവോൾവ്ഡ്. എല്ലാത്തിനും ഫണ്ട് വേണമല്ലോ. അപ്പം പ്രത്യേകിച്ച് ഉപകരണങ്ങൾ ഉണ്ടാക്കണം, പ്രത്യേകിച്ച് പരിശീലനങ്ങൾ നൽകണം, അങ്ങനെ ഒത്തിരി സംവിധാനങ്ങൾ വേണം. ഈ കുട്ടികൾക്ക് വേണ്ട എല്ലാ സഹായ സഹകരണങ്ങളും ചെയ്ത് കൊടുക്കണം. അപ്പോൾ നല്ല ഫണ്ടിങ് ആവശ്യമുള്ള ഒരു സംഭവമാണ്. അപ്പോൾ അത് വളരെ പ്രധാനപ്പെട്ട ഒരു ഇഷ്യൂ ആണ്. ഫോർ ഹ്യൂജ് ആൻഡ് എ ഡൈവേഴ്സ് കൺട്രി ലൈക്ക് ഇന്ത്യ, ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ അറ്റ് ആൾ ലെവൽ റിക്വയർസ് എ ലോട്ട് ഓഫ് മണി ടു ബി സ്പെൻഡ്. ഇന്ത്യയെപ്പോലെ വൈവിധ്യമുള്ള ഒരു വലിയ രാജ്യത്ത് എല്ലാ തലത്തിലും ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ നടപ്പാക്കണമെങ്കിൽ ധാരാളം പണം ആവശ്യമാണ്. The government does not seem willing to incur this huge expenditure. ഇപ്പോൾ ഗവൺമെൻറ് ഇത്ര വലിയ എക്സ്പെൻഡിച്ചർ മീറ്റ് ചെയ്യാൻ വില്ലിഗല്ല. അതിന് കാരണം വെച്ചാൽ ബീയിങ് എ ഡെവലപ്പിംഗ് കൺട്രി ദ അപ്രിഹെൻഷൻ ഓഫ് ദ ഗവൺമെൻറ് ക്യാൻ വെരി വെൽ അണ്ടർസ്റ്റുഡ്. ഒരു ഡെവലപ്പിംഗ് കൺട്രി, വികസിത രാജ്യം എന്നുള്ള രീതിയിൽ ഗവൺമെൻറ്റിൻ്റെ ഭയം, ഇക്കാര്യത്തിലുള്ള ഭയം നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. എത്രമാത്രം പണം ചെലവഴിക്കാൻ പറ്റുമെന്നുള്ള. അപ്പോൾ എന്നിരുന്നാലും നല്ല എക്സ്പെൻസ് ആവശ്യമാണ്. ആ എക്സ്പെൻസ് മീറ്റ് ചെയ്യാൻ കഴിഞ്ഞാൽ മാത്രമേ നേരത്തെ നമ്മൾ പറഞ്ഞ സംവിധാനങ്ങളൊക്കെ ശരിയായ രീതിയിൽ നടപ്പാക്കാൻ വേണ്ടി കഴിയുകയുള്ളൂ. ഈ 12 ഇഷ്യൂസാണ് പ്രധാനമായിട്ടും നമ്മളെ ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ ഫലപ്രദമായിട്ട് നടപ്പാക്കാനുള്ള വെല്ലുവിളികളായിട്ട് നമ്മൾ പരിഗണിക്കപ്പെടുന്നത്. ഇനി നമുക്ക് മറ്റൊരു ചെറിയ ടോപ്പിക്കിലേക്ക് കടക്കാം. കോമൺ ഫീച്ചേഴ്സ് ഓഫ് സക്സസ്ഫുൾ ഇൻക്ലൂഷൻ. വിജയകരമായ രീതിയിൽ ഇൻക്ലൂഷൻ നടപ്പാക്കാൻ എന്തൊക്കെ ആവശ്യമാണ്? കോമൺ ഫീച്ചേഴ്സ്. ഓൾ സ്റ്റുഡൻസ് ആർ വെൽക്കംഡ് ഇൻ ജനറൽ എഡ്യൂക്കേഷൻ. വിജയകരമായ രീതിയിൽ ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ നടപ്പാക്കാൻ വേണ്ട പ്രധാനപ്പെട്ട ഒരു സംഗതിയാണെന്ത്? എല്ലാ കുട്ടികളെയും ജനറൽ എഡ്യൂക്കേഷൻ ക്ലാസ് റൂമിലേക്ക് സ്വാഗതം ചെയ്യപ്പെടേണ്ടതുണ്ട്. എല്ലാ കുട്ടികളെയും. The general education class with support is the first option considered, regardless of disability type or severity. Students are educated in classes where the percentage of those with and without disabilities are proportional to those percentage as in the local population. അപ്പോൾ എല്ലാ കുട്ടികളെയും
വൈകല്യമുള്ള കുട്ടികളെ അല്ലാത്ത കുട്ടികളെയൊക്കെ ഏബിൾഡും ഡിസേബിൾഡും ആയിട്ടുള്ള എല്ലാ തരത്തിലുള്ള കുട്ടികളെയും ജനറൽ എഡ്യൂക്കേഷൻ ക്ലാസ് റൂമിലേക്ക് എന്ത് ചെയ്യണത് സപ്പോർട്ടോടു കൂടി വേണ്ട പിന്തുണയോടു കൂടി എന്ത് ചെയ്യേണ്ടതുണ്ട് വെൽക്കം ചെയ്യേണ്ടതുണ്ട് അല്ലേ. അതാണ് ഫസ്റ്റ് ഓപ്ഷൻ. അപ്പം സമൂഹത്തിൽ ഈ കുട്ടികളുടെ പേഴ്സൻറ്റേജ് ഡിസബിലിറ്റി ഉള്ള കുട്ടികളുടെ പേഴ്സൻറ്റേജിന് അനുസൃതമായ രീതിയിൽ ക്ലാസ് റൂമുകളിലും അത്രയും ശതമാനം കുട്ടികൾ എത്തിപ്പെടേണ്ടതുണ്ട്. ഉദാഹരണമായിട്ട് 10% to 12% ഹാവ് ഐഡൻറ്റിഫൈഡ് ഡിസബിലിറ്റീസ്. മൊത്തത്തിലുള്ള പോപ്പുലേഷനിൽ 10 മുതൽ 12% കുട്ടികൾക്ക് ഡിസബിലിറ്റീസ് ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട് സമൂഹത്തിൽ. അപ്പോൾ അതിനനുസൃതമായൊരു പ്രൊപ്പോർഷനിൽ നമ്മുടെ ക്ലാസ് റൂമുകളിലും എന്തുണ്ട് ഈ ഇത്തരത്തിലുള്ള കുട്ടികൾ വരേണ്ടതുണ്ട്. ജനറൽ എഡ്യൂക്കേഷൻ ക്ലാസ്സുകളിൽ 10 മുതൽ 12% കുട്ടികൾ ഡിസബിലിറ്റി ഉള്ളവർ ഉണ്ടാവുമ്പോൾ അത്രയും ആ പ്രൊപ്പോർഷനിൽ ക്ലാസ് റൂമുകളിലും എന്ത് വേണം ഈ വിഭാഗത്തിലുള്ള കുട്ടികൾ വരേണ്ടതുണ്ട്. സ്റ്റുഡൻസ് ആർ എഡ്യൂക്കേറ്റഡ് വിത്ത് പിയേഴ്സ് ഇൻ ദ സെയിം ഏജ് ഗ്രൂപ്പിംഗ്സ് അവൈലബിൾ ടു ദോസ് വിത്തൗട്ട് ഡിസബിലിറ്റി ലേബൽസ്. മറ്റൊരു കോമൺ ഫീച്ചറാണ് ഇൻക്ലൂസീവ് ക്ലാസ് റൂമിൽ സക്സസ്ഫുൾ ഇൻക്ലൂഷൻ ആവശ്യമായിട്ടുള്ള കോമൺ ഫീച്ചറിൽ മറ്റൊരു പ്രധാനപ്പെട്ട ഒന്നാണ് കുട്ടികളെല്ലാം എന്താണ് അവരുടെ പിയേഴ്സിൻ്റെ കൂടെ സെയിം ഏജ് ലെവലിലുള്ള പിയേഴ്സിൻ്റെ കൂടെ എന്ത് ചെയ്യാണ് എഡ്യൂക്കേറ്റ് ചെയ്യപ്പെടുകയാണ്. സെയിം ഏജ് ഗ്രൂപ്പിങ്സ്. അപ്പോൾ ഡിസബിലിറ്റി ഉള്ള കുട്ടികൾ അവൈലബിൾ ടു ദോസ് വിത്തൗട്ട് ഡിസബിലിറ്റി ലേബൽസ്. ഡിസബിലിറ്റി ലേബൽസ് ഇല്ലാത്ത കുട്ടികളുടെ കൂടെ എന്താണ് ഈ ഡിസബിലിറ്റി ഉള്ളവരൊക്കെ എന്താണ് ഗ്രൂപ്പിംഗ് ചെയ്യപ്പെടുകയാണ്. സ്റ്റുഡൻസ് വിത്ത് വേരിയിങ് ക്യാരക്ടറിസ്റ്റിക്സ് ആൻഡ് എബിലിറ്റീസ് പാർട്ടിസിപ്പേറ്റ്സ് ഇൻ ഷെയർഡ് എഡ്യൂക്കേഷൻ എക്സ്പീരിയൻസസ് while pursuing individually appropriate learning outcomes with the necessary supports and accommodations. മറ്റൊരു പ്രധാനപ്പെട്ട ഫീച്ചർ എന്താണ് ഇൻക്ലൂസീവ് ക്ലാസ് റൂമിലെ ശരിയായ രീതിയിലുള്ള സക്സസ്ഫുൾ ഇൻക്ലൂഷൻ വേണമെങ്കിൽ പലതരം സവിശേഷതകളുള്ള കുട്ടികൾ, അതുപോലെ പലതരം കഴിവുകളുള്ള കുട്ടികൾ എന്ത് ചെയ്യുന്നു ഷെയർഡ് എഡ്യൂക്കേഷൻ എക്സ്പീരിയൻസിൽ എന്ത് ചെയ്യണം പങ്കെടുക്കുകയാണ്. ഷെയർഡ് എഡ്യൂക്കേഷൻ എക്സ്പീരിയൻസ് എന്നാൽ കൊടുക്കലും വാങ്ങലും അങ്ങോട്ടും ഇങ്ങോട്ടുള്ള കഴിവുകളും അറിവുകളൊക്കെ പരസ്പരം കൈമാറുന്ന തരത്തിലുള്ള ഷെയർഡ് എഡ്യൂക്കേഷൻ എക്സ്പീരിയൻസിൽ വ്യത്യസ്ത സവിശേഷതകളുള്ള വ്യത്യസ്ത എബിലിറ്റീസിലെ കുട്ടികൾ ഒരുമിച്ച് പാർട്ടിസിപ്പേറ്റ് ചെയ്യാണ്. അതേസമയം തന്നെ വൈൽ പേഴ്സ്യൂയിങ് ഇൻഡിവിജ്വലി അപ്രോപ്രിയേറ്റ് ലേണിംഗ് ഔട്ട്കംസ് വിത്ത് നെസസറി സപ്പോർട്ട്സ് ആൻഡ് അക്കോമഡേഷൻസ്. ഇൻഡിവിജ്വലായിട്ട് ആവശ്യമുള്ള ലേണിംഗ് ഔട്ട്കംസ് നേടിയെടുക്കാൻ വേണ്ടിയിട്ട് ആവശ്യമായ സപ്പോർട്ടുകൾ ഓരോ കുട്ടിക്കും നൽകുകയും ചെയ്യുന്നു. അപ്പോൾ കോമൺ ആയിട്ടുള്ള ഷെയർഡ് എഡ്യൂക്കേഷൻ എക്സ്പീരിയൻസ് നടക്കുന്നതിന് കൂടെ തന്നെ ഇൻഡിവിജ്വൽ സപ്പോർട്ട് ആവശ്യമുള്ളവർക്ക് അതനുസരിച്ചിട്ട് കൊടുക്കുകയും അവരിൽ നിന്ന് ലേണിംഗ് ഔട്ട്കംസ് എന്ത് ചെയ്യുന്നു ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യാൻ അവർക്ക് വേണ്ട അക്കോമഡേഷൻസ് എല്ലാം ലഭ്യമാക്കുക. അതാണ് മറ്റൊരു ഫീച്ചർ. Shared educational experience takes place in settings predominantly frequented by people without disabilities. Example, general education classrooms, community work sites, etc. Shared educational experience take place in settings predominantly frequented by people without disabilities. ഡിസബിലിറ്റി ഉള്ള കുട്ടികളെ അവരുടെയൊക്കെ പിന്തുണയും സംവിധാനത്തോടു കൂടി അവരുടെയൊക്കെ സപ്പോർട്ടോടു കൂടി അവരും കൂടെ മുൻകൈയെടുക്കുന്ന രീതിയിലുള്ള ഷെയർഡ് എഡ്യൂക്കേഷൻ എക്സ്പീരിയൻസ് ഉണ്ടാകുമ്പോഴാണ് ജനറൽ എഡ്യൂക്കേഷൻ ക്ലാസ് റൂം അതുപോലെ കമ്മ്യൂണിറ്റി വർക്ക് സൈറ്റ്സ് ഇവയിൽ കൂടെയൊക്കെയാണ് എന്തുണ്ടാവുന്നത് ഷെയർഡ് എഡ്യൂക്കേഷണൽ പ്രാക്ടീസ് എക്സ്പീരിയൻസ് നമ്മൾ നടത്തുക. എഡ്യൂക്കേഷൻ എക്സ്പീരിയൻസ് ആർ ഡിസൈൻ ടു എൻഹാൻസ് ഇൻഡിവിജ്വലി ഡിറ്റർമിൻഡ് വാല്യൂഡ് life outcomes for students and therefore seek individualized balance between the academic, functional and social personal aspects of schooling. എഡ്യൂക്കേഷൻ എക്സ്പീരിയൻസസ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് എന്തിനാണ് ഓരോ വ്യക്തിയിലും ഇൻഡിവിജ്വലായി ഡിറ്റർമിൻ ചെയ്ത വാല്യൂഡ് ലൈഫ് ഔട്ട്കംസ് ഉണ്ട്. എന്തൊക്കെയാണ് ഓരോരുത്തരിൽ നിന്നും പുറത്ത് വരേണ്ട അതായത് ഓരോരുത്തരും നേടിയെടുക്കേണ്ട ഔട്ട്കംസ് അത് കൃത്യമായിട്ട് വാല്യൂ ചെയ്തിട്ടുള്ള ഔട്ട്കംസ് എന്തൊക്കെയാണ് അത് എൻഹാൻസ് ചെയ്യാനാണ് ഇൻഡിവിജ്വലായിട്ട് അത് എൻഹാൻസ് ചെയ്യാനാണ് എഡ്യൂക്കേഷൻ എക്സ്പീരിയൻസ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ദെയർഫോർ സീക്ക് ഇൻഡിവിജ്വലൈസ്ഡ് ബാലൻസ് ബിറ്റ്വീൻ ദ അക്കാഡമിക് ഫങ്ഷണൽ ആൻഡ് സോഷ്യൽ ആൻഡ് പേഴ്സണൽ ആസ്പെക്ട്സ് ഓഫ് സ്കൂളിംഗ്. ഒരു ഇൻഡിവിജ്വൽ ബാലൻസ് ഉണ്ടാക്കിയെടുക്കേണ്ടതുണ്ട് എന്തിനിടയിൽ
അക്കാഡമിക് ആയിട്ടുള്ള അല്ലെങ്കിൽ അക്കാഡമിക് തരത്തിലുള്ള അതിൻ്റെ ഫങ്ഷണലായിട്ടുള്ള ആസ്പെക്റ്റുകൾ ആൻഡ് സോഷ്യൽ, സാമൂഹികവും അതുപോലെ തന്നെ പേഴ്സണലുമായിട്ടുള്ള ആസ്പെക്റ്റുകൾ, ഇവയെ തമ്മിലൊരു ബാലൻസ് ഉണ്ടാക്കിയെടുക്കേണ്ടതുണ്ട്. അപ്പോൾ അക്കാഡമിക് കാര്യങ്ങളെ മനസ്സിലാക്കി അത് ഫങ്ഷണലായിട്ട് പ്രാവർത്തികമാക്കി സാമൂഹ്യമായിട്ട് ഇടപെട്ടുകൊണ്ട് ആ വ്യക്തികളുടെ വികാസങ്ങൾ ഉണ്ടാക്കിയെടുക്കേണ്ടതുണ്ട്. സ്റ്റുഡൻസ് റിസീവ് ടിപ്പിക്കലി അവൈലബിൾ സപ്പോർട്ട് സച്ച് ആസ് ക്ലാസ് റൂം ടീച്ചേഴ്സ്, classmates and school counselors, sometimes referred to as natural supporters, and specialized support such as special educator and therapists only as needed. കുട്ടികൾക്ക് അവൈലബിളായിട്ട് സപ്പോർട്ട് ക്ലാസ് റൂം ടീച്ചേഴ്സിൽ നിന്ന് കിട്ടണം, ക്ലാസ്മേറ്റ്സിൽ നിന്ന് കിട്ടണം, അതുപോലെ സ്കൂൾ കൗൺസിലേഴ്സിൽ നിന്ന് കിട്ടണം, അതുപോലെ സ്പെഷ്യലൈസ്ഡ് സപ്പോർട്ട് സച്ച് ആസ് സ്പെഷ്യൽ എഡ്യൂക്കേറ്റേഴ്സ് അവരിൽ നിന്ന് കിട്ടണം. അതുപോലെ തെറാപ്പിസ്റ്റുകളുണ്ട്, ആവശ്യമായിട്ടുള്ള തെറാപ്പിസ്റ്റുകൾ, ഫിസിയോതെറാപ്പിസ്റ്റുകൾ, ലാംഗ്വേജ് തെറാപ്പിസ്റ്റുകൾ, സ്പീച്ച് തെറാപ്പിസ്റ്റ് ഒക്കെ ഉണ്ടല്ലോ. ഇങ്ങനെയുള്ള തെറാപ്പിസ്റ്റുകൾ ആവശ്യമായ രീതിയിൽ കുട്ടികൾക്ക് എന്താണ് സപ്പോർട്ടുകൾ കിട്ടേണ്ടതുണ്ട്. ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ എക്സിസ്റ്റ് വെൻ ഈച്ച് ഓഫ് ദ പ്രീവിയസ്ലി ലിസ്റ്റഡ് ക്യാരക്ടറിസ്റ്റിക്സ് ഒക്കേഴ്സ് ഓൺ ആൻ ഔട്ട് ഗോയിങ് ഡെയിലി ബേസിസ്. ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ നിലനിൽക്കൽ എപ്പോഴാണ്? പ്രീവിയസ് ആയിട്ട് ലിസ്റ്റ് ചെയ്തിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക്സ് സവിശേഷതകൾ എന്താണ് സംഭവിക്കുമ്പോഴാണ്. ഡെയിലി ബേസ്, ഓൺ ഔട്ട് ഗോയിങ് ഡെയിലി ബേസിസ്. ദൈനംദിനമായുള്ള സ്കൂൾ പ്രവർത്തനങ്ങളിൽ ഈച്ച് ഓഫ് ദ പ്രീവിയസ്ലി ലിസ്റ്റഡ് ക്യാരക്ടറിസ്റ്റിക്സ്, നേരത്തെ നമ്മൾ ലിസ്റ്റ് ചെയ്തിട്ടുള്ള എല്ലാ സവിശേഷതകളും കൃത്യമായിട്ട് നടക്കണം. അപ്പോഴാണ് ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ നടക്കുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഇത്രയാണ് കോമൺ ഫീച്ചേഴ്സ് ഓഫ് സക്സസ്ഫുൾ ഇൻക്ലൂഷൻ എന്നുള്ള ഭാഗത്തിൽ നമ്മൾ ചർച്ച ചെയ്യേണ്ട വിഷയങ്ങൾ. ചെറിയ ഒരു ടോപ്പിക്കാണിത്. അപ്പോൾ ഓക്കെ, എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുകയാണ്. എല്ലാവരും നന്നായിട്ട് നോട്ട്സൊക്കെ തയ്യാറാക്കി പഠിക്കുക. ഇറ്റ്സ് ഓക്കെ, ആൾ ദ ബെസ്റ്റ്. താങ്ക് യു ആൾ.